കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവ് മരിച്ച നിലയിൽ. കോഴയാരോപണം നേരിട്ട കണ്ണൂർ ചൊവ്വ സ്വദേശി ഷാജിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത് അമൽനാഥ്? അജിംഷാദ്, ഇത്തവണത്തെ വിവാദമായ കേരള സർവകലാശാല കലോത്സവത്തിലെ മാർഗംകളി വിധികർത്താവായ ഷാജിയെ ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കണ്ണൂർ മേലെ ചൊവ്വ വീട്ടിൽ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ട് 4 വിധികർത്താക്കളെ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങി വിധി അട്ടിമറിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മരിച്ച ഷാജി. ഇദ്ദേഹത്തോട് ഇന്ന് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ ഇദ്ദേഹത്തെ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് താൻ നിരപരാധിയാണ്, പണം വാങ്ങി വിധി അട്ടിമറിച്ചിട്ടില്ല, തന്റെ തെറ്റ്, അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്റെ അമ്മയ്ക്ക് അറിയാം. ഒപ്പം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അല്ലെങ്കിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആത്മഹത്യാ കുറിപ്പിന് സമീപത്തു നിന്നും വിധി നിർണയ ഷീറ്റും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ വിവാദമായ ഒന്നായിരുന്നു ഈ മാർഗംകളി മത്സരം. ഈ വിവാദമായതോടുകൂടി മാർഗംകളി മത്സരം നിർത്തിവെക്കുകയും ഒപ്പം വിധി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് കണ്ടോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. അജിംഷാദ്. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോഴയാരോപണം നേരിട്ട ഷാജിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ താൻ നിരപരാധിയാണെന്നും ഇക്കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാമെന്നും ആണ് അദ്ദേഹം കുറിച്ചിരുന്നത്. ഒപ്പം ഈ ലിസ്റ്റിൻ്റെ, അതായത് ഈ മാർക്ക് ലിസ്റ്റിൻ്റെ, അതായത് മത്സരാർത്ഥികൾക്കായുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ ഷീറ്റും അവിടെ നിന്നും മൃതദേഹത്തിനരികിൽ നിന്നും കണ്ടെത്തിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.